So dear students, in this video we are going to discuss about Skidowski paradox, and later on we will discuss about Skidowski double criterion. So it was developed by Tibor Skidowski in the year 1941, and he published an article titled A Note on Welfare Proposition in Economics. സോ ഈ സ്കിറ്റോവിസ്കി പാരഡോക്സ് എന്ന് പറയുന്നത് ടേമിൽ തന്നെയുണ്ട്. സ്കിറ്റോവിസ്കി, ടൈബർ സ്കിറ്റോവിസ്കി, ചില പ്രൊനൗൺസിയേഷൻ സൈറ്റോവിസ്കി എന്നും പറയാറുണ്ട്. സോ ടൈബർ സ്കിറ്റോവിസ്കി എന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ വീഡിയോയിൽ മൊത്തം സ്കിറ്റോവിസ്കി എന്നാണ് പറയുക. അപ്പോൾ ടൈബർ സ്കിറ്റോവിസ്കി 1941 എ നോട്ട് ഓൺ വെൽഫെയർ പ്രൊപ്പോസിഷൻ ഇൻ എക്കണോമിക്സ്, ഈ ടൈറ്റിൽ ഓർത്ത് വെക്കുക. So he solved the inconsistency in Kaldor-Hicks compensation criterion. Kaldor-Hicks compensation criterion എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ട്, ഒരു വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ അതാണ് സ്കിറ്റോവിസ്കി സോൾവ് ചെയ്തത്. അപ്പോൾ എന്താണ് കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ? കാൽഡോർ-ഹിക്സും പറഞ്ഞത് എന്താണ്? നമുക്ക് അറിയാം. കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് വേർഡിലുണ്ട് കോമ്പൻസേഷൻ. അപ്പോൾ അവിടെ നമ്മൾ പറയുവാണ്, ഒരു ഇക്കണോമിക് ചേഞ്ച് കാരണം ചില ആൾക്കാർക്ക് ഗെയിൻ ഉണ്ടായി, അവരെ നമ്മൾ ഗെയിനേഴ്സ് എന്ന് വിളിക്കുന്നു. അവരുടെ യൂട്ടിലിറ്റി കൂടി, മറ്റു ചിലരുടെ യൂട്ടിലിറ്റി കുറഞ്ഞു, അവരെ നമ്മൾ ലൂസേഴ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ലൂസേഴ്സിന് ഗെയിനേഴ്സ് കോമ്പൻസേഷൻ കൊടുക്കുവാണ് ഇൻ ടേംസ് ഓഫ് മോണിറ്ററി പേയ്മെൻറ്റ്, ആൻഡ് ഗെയിനേഴ്സ് സ്റ്റിൽ ഗെറ്റ് പോസിറ്റീവ് നെറ്റ് ബെനിഫിറ്റ്. എന്നിട്ട് കൂടി, അതായത് കോമ്പൻസേഷൻ കൊടുത്തിട്ട് കൂടി ഇവർക്ക് നെറ്റ് ബെനിഫിറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ദർ ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ഇൻ സോഷ്യൽ വെൽഫെയർ. ഇതായിരുന്നു കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് എ കോൺട്രാഡിക്ഷൻ ഇൻ Kaldor-Hicks compensation criteria was pointed out by Skidowski. അപ്പോൾ സ്കിറ്റോവിസ്കി ഈ കാൽഡോർ-ഹിക്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയയിൽ ഒരു കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു പാരഡോക്സ് അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യം കണ്ടെത്തി. അപ്പോൾ അതാണ് നമ്മൾ സ്കിറ്റോവിസ്കി പാരഡോക്സ് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ഹിം, എ certain പൊസിഷൻ ബി ഈസ് ഷോൺ ടു ബി an improvement over പൊസിഷൻ എ on the basis of Kaldor-Hicks compensation criteria. The position A may be also possibly better than position B on the same criterion. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ, ഹിക്സ് അല്ലെങ്കിൽ കാൽഡോർ-ഹിക്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ പ്രകാരം രണ്ട് പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, രണ്ട് പൊസിഷൻ ഉണ്ട്, ബിയും എയും. സോ ഇവിടെ നമ്മൾ പറയുന്നത് ബി എന്നുള്ള ഒരു പൊസിഷൻ എനേക്കാളും ബെറ്റർ ആണ് എന്ന് നമ്മൾ പറയുവാണ്. അതേപോലെ തന്നെ നമുക്ക് നേരെ തിരിച്ചും പറയാൻ പറ്റും. അതായത് എനേക്കാളും അപ്പോൾ അവിടെ നമ്മൾ പറയുവാണ് പൊസിഷൻ ബി ഈസ് ഷോൺ ടു ബി എൻ ഇംപ്രൂവ്മെന്റ് ഓവർ എനേക്കാളും ബി നല്ല പൊസിഷനിലാണ്. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും എ ഈസ് ഓൾസോ ബെറ്റർ ദാൻ ബി. അപ്പോൾ സെയിം ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇറ്റ് ഓൾസോ ക്യാൻ ബി സെഡ് ലൈക്ക് ദിസ്, ദറ്റ് ഈസ് മൂവ്മെന്റ് ഫ്രം എ ടു ബി ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ആസ് പെർ കോമ്പൻസേഷൻ ക്രൈറ്റീരിയൻ, ആൻഡ് റിവേഴ്സ് മൂവ്മെന്റ് ദറ്റ് ഈസ് ഫ്രം ബി ടു എ ഈസ് ഓൾസോ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എൻ ഇംപ്രൂവ്മെന്റ് ആസ് പെർ സെയിം ക്രൈറ്റീരിയൻ. അപ്പോൾ ഇവിടെ സ്കിറ്റോവിസ്കി പറയുന്നത് ഇത്രയേ ഉള്ളൂ. എ ടു ബി എന്ന് പറയുന്നത് നമ്മൾ കോമ്പൻസേഷൻ ക്രൈറ്റീരിയ പ്രകാരം ഇംപ്രൂവ്മെന്റ് ആണെങ്കിൽ ദ റിവേഴ്സ് മൂവ്മെന്റ്, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ പോകുമ്പം ഇംപ്രൂവ്മെന്റ് ആണെന്ന് പറയുന്നതും ബിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോഴും നമുക്ക് ഇംപ്രൂവ്മെന്റ് ആണ്. ബിക്കോസ് എന്താണ്, എ അവിടെ ഇംപ്രൂവ്മെന്റ് ഉണ്ട്, എയിൽ നിന്ന് ബിയിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ അവിടെ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ആൻഡ് ബിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോഴും അതെന്താണ്, ഇംപ്രൂവ്മെന്റ് ആണല്ലോ. ഓക്കെ, സോ റിവേഴ്സ് മൂവ്മെന്റ് ക്യാൻ ഓൾസോ ബി കൺസിഡേർഡ് ആസ് എൻ ഇംപ്രൂവ്മെന്റ് ആസ് പെർ സെയിം ക്രൈറ്റീരിയൻ. അപ്പോൾ ഈ ക്രൈറ്റീരിയൻ വെച്ചിട്ട് നമ്മൾ പറയുവാണ് എയിൽ നിന്ന് ബിയിലേക്ക് പോവുകയെന്ന് വെച്ചാൽ ഇംപ്രൂവ്മെന്റ് ആണ്, അത് ബിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോഴും എന്താണ്, ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പോൾ ഇതാണ് സ്കിറ്റോവിസ്കി കണ്ടെത്തിയത്. And we will discuss this paradox with the help of a diagram, and we need two utility possibility curve like this.
ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പോലെ കോൺകേവ് ടു ഒറിജിൻ എന്നുള്ള ആ ഒരു ഷേപ്പിലുള്ള രണ്ട് കർവ് ആണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഇവിടെ വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പം PPT വരച്ചത് കൊണ്ട് അത്ര ക്ലാരിറ്റി ഇല്ല, അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അത് കാണിച്ചു തന്നത്. സോ in the x-axis we need to measure A's utility. A എന്ന് പറയുന്ന ഇൻഡിവിജ്വലും B എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ഉണ്ട്. So there are two individuals A and B. A's utility is measured along x-axis and B's utility on y-axis. എയുടെ യൂട്ടിലിറ്റി നമ്മൾ എക്സ് ആക്സിസിലും ബിയുടെ യൂട്ടിലിറ്റി വൈ ആക്സിസിലും ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് രണ്ട് യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് വേണം, അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഫ്രോണ്ടിയർ വേണം. ഓക്കെ, രണ്ട് യൂട്ടിലിറ്റി ഫ്രോണ്ടിയർ വേണം. അപ്പോൾ ഒന്നാമത്തെ യൂട്ടിലിറ്റി ഫ്രോണ്ടിയർ നമ്മൾ വരക്കുവാണ് CD. ഓക്കെ, CD എന്ന് പറയുന്ന യൂട്ടിലിറ്റി കർവ് വരക്കുവാണ്. അവിടെ നമ്മൾ ഇനീഷ്യൽ പോയിന്റ് G ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഒരു പെർട്ടിക്കുലർ ചേഞ്ച് കാരണം നമ്മുടെ എന്താണ് ഈ പോസിബിലിറ്റി കർവ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ലൈക്ക് ദിസ്. സോ ഇറ്റ് വിൽ ഷിഫ്റ്റ് ലൈക്ക് ദിസ് ആൻഡ് ന്യൂ യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് EF. സോ ഈ F ആണ് നമ്മുടെ പുതിയ പോസിബിലിറ്റി കർവ്. ആൻഡ് ഇവിടെ പുതിയൊരു പൊസിഷൻ വന്നു, ദാറ്റ് ഈസ് H. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയുവാണ് ആദ്യത്തെ യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് CD ആയിരുന്നു. അപ്പോൾ നമ്മുടെ പൊസിഷൻ ഒറിജിനൽ പൊസിഷൻ G ആയിരുന്നു. അപ്പോൾ നമ്മൾ CD-യിൽ നിന്ന് പുതിയ ഇക്കണോമിക് ചേഞ്ച് കാരണം നമ്മൾ EF-ലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പൊസിഷൻ G-യിൽ നിന്ന് H-ലേക്ക് മൂവ് ചെയ്യുവാണ്. ഓക്കെ, ആഫ്റ്റർ ഇക്കണോമിക് ചേഞ്ച് പൊസിഷൻ ഹാവ് ബീൻ മൂവ്ഡ് ഫ്രം G to H. ജിയിൽ നിന്ന് H-ലേക്ക് നമ്മൾ മൂവ് ചെയ്യുവാണ്. സോ നമ്മൾ ആ G-യിൽ നിന്ന് H-ലേക്ക് മൂവ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, G-യിൽ നിന്ന് H-ലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പറയുവാണ് ഇറ്റ് ഈസ് കൺസിഡേഴ്സ് ആൻ ഇംപ്രൂവ്മെന്റ്. ഇത് G-യിൽ നിന്ന് H-ലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അത് ഇംപ്രൂവ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എപ്പോൾ മാത്രം? ഓൺലി ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ടു മൂവ് ഫ്രം പോയിന്റ് H ടു പോയിന്റ് K. അപ്പോൾ നമ്മൾ പറയുവാണ് ഈ G-യിൽ നിന്ന് H-ലേക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് വരുന്നു, അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. എപ്പോഴാണ്? ഇവിടെ എന്താണ് കോമ്പൻസേഷൻ കൊടുക്കുവാണ്. ആ കോമ്പൻസേഷൻ വഴി നമ്മൾ ഈ K എന്നുള്ള പോയിന്റിൽ നിങ്ങൾ എത്തുവാണ്. കോമ്പൻസേഷൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ കോമ്പൻസേഷൻ പ്രോസസ്സ് വഴി നിങ്ങൾ G-യിൽ നിന്ന് H-ലേക്ക് എത്തി, നിങ്ങൾ പിന്നീട് H-ൽ നിന്ന് K-ലേക്ക് എത്തുവാണെങ്കിൽ ഇറ്റ് ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ഇൻ സോഷ്യൽ വെൽഫെയർ. സോ ദ മൂവ്മെന്റ് ഫ്രം G to H is considered as an improvement if it is possible to move from H to point K after compensation process. So CD ആയിരുന്നു നമ്മുടെ ഇനീഷ്യൽ യൂട്ടിലിറ്റി കർവ്. അവിടെ G ആയിരുന്നു നമ്മളെ ഒറിജിനൽ പൊസിഷൻ. എക്കണോമിക് ചേഞ്ച് കാരണം EF-ലേക്ക് മാറി. അപ്പോൾ പുതിയ പൊസിഷൻ G-യിൽ നിന്ന് H-ലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ മൂവ്മെന്റ് ഇംപ്രൂവ്മെന്റ് ആണോ നമ്മൾ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക? കോമ്പൻസേഷൻ പ്രോസസ്സ് വഴി സെയിം യൂട്ടിലിറ്റി കർവിൽ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് G-യിൽ നിന്ന് H-ലേക്ക്, പിന്നെ H-ൽ നിന്ന് നിങ്ങൾ K-ലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ഇൻ ഓർ ദർ ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ഇൻ സോഷ്യൽ വെൽഫെയർ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണ് G to K. ഓക്കെ, ഇപ്പോൾ G to K നിങ്ങൾ നോക്കുക. G-യിൽ നിന്ന് H-ലേക്ക് വന്നു, പിന്നെ H-ൽ നിന്ന് K-ലേക്ക് വന്നു. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് G-യിൽ നിന്ന് K-ലേക്ക് എത്തി. ഓക്കെ, ആദ്യത്തെ പൊസിഷൻ നമ്മൾ G ആണ്, ഇപ്പോൾ എത്രയാണ്? K ആണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും G ആയപ്പോൾ നമ്മുടെ യൂട്ടിലിറ്റി ഓഫ് B എന്ന് പറയുന്നത് ഇത്രയായിരുന്നു, ആൻഡ് യൂട്ടിലിറ്റി ഓഫ് A എന്ന് പറയുന്നത് ഇവിടുന്ന് മുതൽ ഇത്ര വരെയായിരുന്നു. ഓക്കെ, ഇങ്ങനെ രണ്ട് ഇത് ലൈന് നിങ്ങൾ വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക്ക് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇപ്പം OA0യും OB0 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, OA0യും OB0യും. K എന്ന് പറയുന്ന പൊസിഷൻ നിങ്ങൾ നോക്കുക. ഓക്കെ, K എന്ന് പറയുന്ന പൊസിഷൻ നോക്കുക.
അപ്പോൾ കെ എന്ന് പറയുന്ന പൊസിഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എയുടെ യൂട്ടിലിറ്റിയും കൂടിയിട്ടുണ്ട് ആൻഡ് ബിയുടെ യൂട്ടിലിറ്റിയും കൂടിയിട്ടുണ്ട് അല്ലേ? എയുടെ യൂട്ടിലിറ്റിയും ബിയുടെ യൂട്ടിലിറ്റിയും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും യെസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ആദ്യം സി ഡിയിലായിരുന്നു, അവിടെ നിങ്ങളുടെ പൊസിഷൻ ജി ആണ്. ഇനി ഒരു ഇക്കണോമിക് ചേഞ്ച് കാരണം നിങ്ങൾ ഇ എഫിലേക്ക് മാറ്റുന്നു. അപ്പോൾ നിങ്ങൾ എച്ചിലേക്ക് നിങ്ങൾ പിന്നെ നിങ്ങളുടെ പൊസിഷൻ മാറുന്നു. അപ്പോൾ ജിയിൽ നിന്ന് എച്ചിലേക്ക് ഇംപ്രൂവ്മെൻ്റ് ആണെന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക? ഇഫ് വി after the compensation process, if we moved to K, then there is an improvement in social welfare, because ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എയുടെ യൂട്ടിലിറ്റി A0യിൽ നിന്ന് A1 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ബിയുടെ യൂട്ടിലിറ്റി ഇവിടെ B0യിൽ നിന്ന് B1 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ യൂട്ടിലിറ്റി ഓഫ് ബോത്ത് ഇൻഡിവിജ്വൽ ഹാസ് ഇൻക്രീസ്ഡ്, സോ ദർ ഈസ് എൻ ഇൻക്രീസ് ഇൻ സോഷ്യൽ വെൽഫെയർ. അപ്പോൾ നമുക്കിത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ വി ക്യാൻ ജസ്റ്റിഫൈ ദിസ് പോയിന്റ്. ഓക്കെ ഓക്കെ സോ ഇനി നമ്മൾ പറയുവാണ്, നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മൾ ജി ആയിരുന്നു, അവിടുന്ന് എച്ചിലേക്ക് പോയി, എച്ചിൽ നിന്ന് പിന്നെ കെയിലേക്ക് പോയപ്പോൾ നമ്മൾ ഇംപ്രൂവ്മെന്റ് ഇൻ സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറയുവാണ് റിവേഴ്സ് മൂവ്മെന്റ്, ദാറ്റ് ഈസ് എച്ച് ടു ജി. നമ്മൾ റിവേഴ്സ് മൂവ്മെന്റ് എടുക്കുവാണ് എച്ച് ടു ജി. ഓക്കെ, റിവേഴ്സ് മൂവ്മെന്റ് എടുക്കുവാണ് എച്ച് ടു ജി. ആദ്യം നമ്മൾ ജി ടു എച്ച് നോക്കി, ഇനി നമ്മൾ റിവേഴ്സ് മൂവ്മെന്റ് ആണ്, എച്ചിൽ നിന്ന് ജിയിലേക്ക് പോവുകയാണ്. ഓക്കെ, മൂവ്മെന്റ് ഫ്രം എച്ച് ടു ജി, ദാറ്റ് ഈസ് റിവേഴ്സ് മൂവ്മെന്റ്. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഇംപ്രൂവ്മെന്റ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് ആണ്. എപ്പോഴാണ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയാൻ പറ്റുക? ദാറ്റ് ഈസ് ഇഫ് വി ആർ ഏബിൾ ടു കോമ്പൻസേറ്റ് ആൻഡ് മൂവ് ടു ജി ടു എൽ. ഓക്കെ, ജി ടു എൽ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സി ജി എൽ സെയിം സെയിം യൂട്ടിലിറ്റി കേർവിൽ തന്നെ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ട്. ഇവിടെ എച്ച് ഇ കെ സെയിം, എച്ചും കെയും രണ്ടും സെയിം ആണ്. അതുപോലെ തന്നെ ജിയും എല്ലും സെയിം ആണ്. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എച്ചിൽ നിന്ന് ജിയിലേക്ക് നമ്മൾ എടുക്കുവാണെങ്കിൽ, എച്ചിൽ നിന്ന് ജിയിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് ഇംപ്രൂവ്മെന്റ് ആണെന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക? ഇഫ് യു ആർ കോമ്പൻസേറ്റിംഗ്. അപ്പോൾ നിങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കുന്നു, എച്ചിൽ നിന്ന് ജിയിലേക്ക് നിങ്ങൾ എത്തി, നിങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കുവാണ് ആൻഡ് യു ഹാവ് റീച്ച്ഡ് അറ്റ് പോയിന്റ് എൽ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ ആദ്യത്തെ പോയിന്റ് എച്ച് ആണ് ആൻഡ് ഇപ്പം നമ്മൾ എല്ലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, സോ എച്ചിൽ നിന്ന് എല്ലിലേക്ക് എത്തിയെന്ന് വെച്ചാൽ ഇവിടെ എച്ചിനേക്കാളും നമ്മുടെ എൽ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ യൂട്ടിലിറ്റി കൂടുതലാണ്. എയുടെ യൂട്ടിലിറ്റി ആണെങ്കിലും ബിയുടെ യൂട്ടിലിറ്റി ആണെങ്കിലും അവിടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എച്ചിനെ അപേക്ഷിച്ച് റിലേറ്റീവ് ടു എച്ച്, പോയിന്റ് എൽ represent higher utility for A and B. നമുക്ക് ഇവിടെ കാണാൻ പറ്റും ലൈക്ക് സോ യെസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ A0 എന്ന് കൊടുക്കുക. ഓക്കെ, എച്ചിന് താഴെ A0 എന്നും ഇവിടെ B0 എന്ന് കൊടുക്കുക രണ്ടാമത്തെ ഡയഗ്രത്തിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും A0 ആയിരുന്നു എച്ച് എന്ന് പറയുന്ന പോയിന്റിൽ, B0 ആയിരുന്നു എച്ച് എന്ന് പറയുന്ന പോയിന്റ്. ഇനി എല്ലിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ എന്താണ്, A0യിൽ നിന്ന് നമ്മൾ A1ലേക്ക് വന്നു, B0യിൽ നിന്ന് B1ലേക്ക് വന്നു. സോ രണ്ടുപേരുടെയും യൂട്ടിലിറ്റി എച്ചിൽ നിന്ന് എല്ലിലേക്ക് നമ്മൾ മൂവ് ചെയ്തപ്പോൾ രണ്ടുപേരുടെയും യൂട്ടിലിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ഇൻക്രീസ് ഇൻ സോഷ്യൽ വെൽഫെയർ ബിക്കോസ് രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെയും യൂട്ടിലിറ്റി അവിടെ കൂടിയിട്ടുണ്ട്. സോ രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ യൂട്ടിലിറ്റി കൂടുക എന്ന് വെച്ചാൽ എന്താണ്,
അവിടെ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഓക്കെ. സോ ഇവിടെ നമ്മൾ പറഞ്ഞത് പോയിന്റ്സ് ഇതാണ്. ആദ്യം നമ്മുടെ യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് CD ആണ്. അന്നേരം നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് G ആണ്. നമ്മളെ ഒരു എക്കണോമിക് ചേഞ്ച് കാരണം ഈ Fലേക്ക് മാറി. അപ്പം നമ്മുടെ പുതിയ പോയിന്റ് എന്ന് പറയുന്നത് H ആണ്. അപ്പം ജിയിൽ നിന്ന് എച്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് വന്നു എന്ന് എപ്പോഴാണ് പറയാൻ പറ്റുക? നിങ്ങൾ എച്ചിൽ നിന്ന് കെയിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം. ബിക്കോസ് അവിടെ നിങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കുവാണ് ലൂസേഴ്സിന്. And losers cannot bribe gainers, so we have to pay compensation to them, and both the individual get maximum utility. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും മാക്സിമം യൂട്ടിലിറ്റി കിട്ടുവാണ്. അപ്പോൾ നമുക്കറിയാം പാരറ്റോന്റെ അഭിപ്രായത്തിലും പാരറ്റോ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടുപേരുടെയും യൂട്ടിലിറ്റി കൂടുവാണെങ്കിൽ അവിടെ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സെയിം കാര്യം നമ്മൾ റിവേഴ്സ് മൂവ്മെന്റ് എടുക്കുകയാണെങ്കിൽ, അതായത് എച്ചിൽ നിന്ന് ജിയിലേക്ക്, നമ്മളിപ്പം ജിയിൽ നിന്ന് എച്ചിലേക്കാണ് ഫസ്റ്റ് പോയിന്റ് കൊടുത്തത്. ഇനി എച്ചിൽ നിന്ന് ജിയിലേക്ക് നോക്കുവാണ്. എച്ചിൽ നിന്ന് ജിയിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? എച്ചിൽ നിന്ന് ജിയിലേക്ക് നോക്കുവാണെങ്കിൽ, എച്ചിൽ നിന്ന് ജി റിവേഴ്സ് മൂവ്മെന്റ് ആണെങ്കിൽ അവിടെ എന്താണ് ഇൻക്രീസ് ഇൻ വെൽഫെയർ എന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക? നമ്മളത് ജിയിൽ നിന്ന് എച്ചിൽ നിന്ന് നമ്മൾ ജിയിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പം നമ്മൾ എപ്പോഴാണ് അത് ഇംപ്രൂവ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുക? ജിയിൽ നിന്ന് എൽ എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. അപ്പോൾ എച്ചിൽ നിന്ന് നമ്മൾ എല്ലിലേക്ക് നമ്മളിപ്പോൾ എത്തി. ഓക്കെ, എച്ചിൽ നിന്ന് എല്ലിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആദ്യത്തെ ഇനീഷ്യൽ പൊസിഷൻ നമ്മൾ എച്ച് ആയിരുന്നു. എല്ലിലേക്ക് നമ്മൾ എത്തി എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാളും കൂടുതൽ നമുക്ക് വെൽഫെയർ കൂടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ജി ആയിരുന്നു ആദ്യത്തെ ഇനീഷ്യൽ പൊസിഷൻ, ഇപ്പോഴത്തെ പൊസിഷൻ കെ ആണ്. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെയും വെൽഫെയർ കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആദ്യത്തെ ആ ഒരു പോയിന്റ് ഇനീഷ്യൽ പൊസിഷനിലും രണ്ടാമത്തെ ഇനീഷ്യൽ പൊസിഷൻ നോക്കുകയാണെങ്കിലും അവിടെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, റിവേഴ്സലിലും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. സോ ഇവിടെ നമ്മൾ പറയുന്നത് ഫോർവേഡ് മൂവ്മെന്റ്. സോ ദ ഫോർവേഡ് മൂവ്മെന്റ് ഇൻക്രീസസ് സോഷ്യൽ വെൽഫെയർ. നമ്മൾ പറയുവാണ് ഫോർവേഡ് മൂവ്മെന്റ് ഇൻക്രീസസ് സോഷ്യൽ വെൽഫെയർ. അതായത് നമ്മൾ ജിയിൽ നിന്ന് എച്ചിലേക്ക് എത്തിയപ്പോഴേക്ക് നമുക്ക് ഇൻക്രീസ് ഇൻ സോഷ്യൽ വെൽഫെയർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് റിവേഴ്സ് മൂവ്മെന്റ് ഓൾസോ ഇൻക്രീസസ് സോഷ്യൽ വെൽഫെയർ. ലൈക്ക് നമ്മളിപ്പം പറഞ്ഞത് ഇത് വെച്ചിട്ടാണ്. ആദ്യത്തെ മൂവ്മെന്റ് ജിയിൽ നിന്ന് എച്ചിലേക്കാണ്. രണ്ടാമത്തെ മൂവ്മെന്റ് എച്ചിൽ നിന്ന് ജിയിലെത്തിയപ്പോഴേക്കും രണ്ട് കേസിലും നമുക്ക് റിവേഴ്സ് മൂവ്മെന്റിലും അതായത് ഫോർവേഡ് മൂവ്മെന്റിലും രണ്ട് മൂവ്മെന്റിലും നമുക്ക് സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് സ്കിറ്റോവിസ്കിന്റെ അഭിപ്രായമാണ്. ആൻഡ് ദിസ് കോൺട്രഡിക്ഷൻ വാസ് പോയിന്റഡ് ഔട്ട് ബൈ സ്കിറ്റോവിസ്കി. അപ്പോൾ ഫോർവേഡ് മൂവ്മെന്റിലും നമ്മളെ റിവേഴ്സ് മൂവ്മെന്റ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് മൂവ്മെന്റിലും രണ്ട് മൂവ്മെന്റിലും നമുക്ക് സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദിസ് കോൺട്രഡിക്ഷൻ വാസ് പോയിന്റഡ് ഔട്ട് ബൈ സ്കിറ്റോവിസ്കി. ആൻഡ് ദിസ് കോൺട്രഡിക്ഷൻ ഓർ ഇൻകൺസിസ്റ്റൻസി ഓഫ് ദിസ് Kaldor-Hicks compensation criterion is known as Skidowski paradox. So, it is a problem associated with the Kaldor-Hicks criterion which leads to contradiction and inconsistent result. അപ്പോൾ സ്കിറ്റോവിസ്കി പാരഡോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫോർവേഡ് മൂവ്മെന്റ് ആണെങ്കിലും നമ്മൾ റിവേഴ്സ് മൂവ്മെന്റ് ആണെങ്കിലും നമുക്ക് സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അക്കോർഡിംഗ് ടു ദി കാൽഡോർ-ഹിക്സ് ക്രൈറ്റീരിയ. ഇഫ് വി ആർ ഫോളോയിങ് കാൽഡോർ-ഹിക്സ് ക്രൈറ്റീരിയ ദർ ഈസ് സം കോൺട്രഡിക്ഷൻ ഓർ ഇൻകൺസിസ്റ്റന്റ് റിസൾട്ട്. ഇപ്പോൾ കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ കോൺട്രഡിക്ടറി അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് റിസൾട്ടിനെയാണ് നമ്മൾ സ്കിറ്റോവിസ്കി പാരഡോക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് കോൺട്രഡിക്ഷൻസ് ആൻഡ് ഇൻകൺസിസ്റ്റന്റ് റിസൾട്ട് ഓഫ് കാൽഡോർ ആൻഡ് ഹിക്സ് compensation principle is termed as Skidowski paradox.
അപ്പോൾ കോൺട്രഡിക്ടറി ആയിട്ട്, അതായത് പാരഡോക്സിക്കൽ റിസൾട്ട്, വൈരുദ്ധ്യപരമായിട്ടുള്ള റിസൾട്ട്, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് റിസൾട്ട്, കൺസിസ്റ്റന്റ് അല്ല ഇൻകൺസിസ്റ്റന്റ് റിസൾട്ടിനെയാണ് നമ്മൾ സ്കിറ്റോവ്സ്കി പാരഡോക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്കിറ്റോവ്സ്കി പാരഡോക്സിന് സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്കിറ്റോവ്സ്കി. അതിനെയാണ് നമ്മൾ സ്കിറ്റോവ്സ്കി ഡബിൾ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, കാൽഡോർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ സ്കിറ്റോവ്സ്കി അനലൈസ് ചെയ്തു. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് കാണാൻ പറ്റി ഫോർവേഡ് മൂവ്മെന്റിൽ നോക്കുവാണെങ്കിലും, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് പോവുകയാണ് എങ്കിലും അവിടെ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ബിയിൽ നിന്ന് എയിലേക്ക് പോവുകയാണെങ്കിലും അവിടെ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ എക്സാമ്പിളിൽ ജിയിൽ നിന്ന് എച്ചിലേക്ക് പോകുമ്പോഴും എച്ചിൽ നിന്ന് ജിയിലേക്ക് പോകുമ്പോഴും അവിടെ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഗിവൺ ദ കോമ്പൻസേഷൻ ക്രൈറ്റീരിയൻ. നമ്മൾ കോമ്പൻസേഷൻ ക്രൈറ്റീരിയ അവിടെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്താണ് റിവേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ ഫോർവേഡ് മൂവ്മെന്റ് ആയിട്ടും അവിടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദിസ് inconsistency or the contradictory result is known as Skidowski paradox. So ഈ സ്കിറ്റോവ്സ്കി പാരഡോക്സ് സോൾവ് ചെയ്തതാണ് ഈ സ്കിറ്റോവ്സ്കി ഡബിൾ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്കിറ്റോവ്സ്കി പാരഡോക്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, ഫോർവേഡ് മൂവ്മെന്റിലും ബാക്ക്വേർഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ റിവേഴ്സ് മൂവ്മെന്റിലും സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു സൊല്യൂഷൻ കൊടുത്തതാണ് സ്കിറ്റോവ്സ്കി ഡബിൾ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. ആൻഡ് യെസ്, so double criterion, and this double criterion was discussed in the article. ആർട്ടിക്കിളിൻ്റെ പേര് അല്ലെങ്കിൽ ടൈറ്റിൽ ഇതാണ്, എ നോട്ട് ഓൺ വെൽഫെയർ പ്രൊപ്പോർഷൻസ് ഇൻ ഇക്കണോമിക്സ്, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1941. 1941 റിവ്യൂ ഓഫ് എക്കണോമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ജേർണലിലാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ സ്കിറ്റോവ്സ്കി ഡബിൾ ക്രൈറ്റീരിയൻ പ്രകാരം അതിനകത്ത് 2 ടെസ്റ്റാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് സ്കിറ്റോവ്സ്കി പാരഡോക്സ് ഒഴിവാക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയാണത് സോൾവ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കുന്നത്. And if these 2 tests are satisfied, then problem of Skidowski paradox never happen. അപ്പോൾ ഈ 2 ടെസ്റ്റ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ സ്കിറ്റോവ്സ്കി പ്രോബ്ലം ഒരിക്കലും ഉണ്ടാവില്ല. ഇഫ് ദീസ് 2 tests are satisfied, then the problem of Skidowski paradox never happen. ഒരിക്കലും ഉണ്ടാവില്ല. ഈ 2 ടെസ്റ്റ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അവിടെ സ്കിറ്റോവ്സ്കി പാരഡോക്സ് ഒരിക്കലും ഉണ്ടാവില്ല. സോ വിച്ച് ആർ ദ 2 ടെസ്റ്റ് which are associated with Skidowski double criterion? ഡബിൾ ക്രൈറ്റീരിയൻ പ്രകാരം 2 ടെസ്റ്റാണ് പറയുന്നത്. ഒന്നാമത്തത് ഫുൾഫിൽമെന്റ് ഓഫ് കാൽഡോർ ഹിഗ്സ് ടെസ്റ്റ്, അതായത് കാൽഡോർ ഹിഗ്സ് ക്രൈറ്റീരിയൻ അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് ഫുൾഫിൽ ചെയ്യുക. സോ ഒന്നാമത്തെ എന്താണ്? ഫുൾഫിൽമെന്റ് ഓഫ് കാൽഡോർ ഹിഗ്സ് ടെസ്റ്റ്. രണ്ടാമത്തത് നോൺ ഫുൾഫിൽമെന്റ് ഓഫ് റിവേഴ്സൽ ടെസ്റ്റ്. അതായത് കാൽഡോർ ഹിഗ്സ് ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു എക്കണോമിക് ചേഞ്ച് കാരണം ഗെയിനർ ലൂസറിന് കോമ്പൻസേഷൻ കൊടുക്കുന്നു, അപ്പം നമ്മുടെ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ഈ കാൽഡോർ ഹിഗ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നോൺ ഫുൾഫിൽമെന്റ് ഓഫ് റിവേഴ്സൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എച്ചിൽ നിന്ന് ജിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു, അപ്പോൾ അവിടെ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 ടെസ്റ്റും പാസ്സായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മുടെ സ്കിറ്റോവ്സ്കി പാരഡോക്സ് നെവർ ഹാപ്പൻ. ഓക്കെ, സോ ഡബിൾ ക്രൈറ്റീരിയൻ എങ്ങനെയാണ് പറയുന്നത്? ഹി പോയിന്റഡ് ഔട്ട് ദാറ്റ് ഡ്യൂ ടു ആൻ എക്കണോമിക് ചേഞ്ച് ദ വെൽഫെയർ ഓഫ് സൊസൈറ്റി വുഡ് ഇൻക്രീസ് only if gainers can compensate losers into accepting the given change, and at the same time losers cannot bribe the gainers for voting against the change. അപ്പോൾ ഡബിൾ ക്രൈറ്റീരിയൻ പ്രകാരം അവിടെ വെൽഫെയർ എങ്ങനെ മാക്സിമൈസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വെൽഫെയർ ക്യാൻ ബി ഓൺലി ഇൻക്രീസ് ഇഫ് ദ ഗെയിനേഴ്സ് കോമ്പൻസേറ്റ് ലൂസേഴ്സ്. ലൂസേഴ്സിന് ഗെയിനേഴ്സ് കോമ്പൻസേഷൻ കൊടുക്കുകയാണ്, അതേപോലെ തന്നെ ലൂസേഴ്സിന് അവിടെ ഗെയിനേഴ്സിനെ ബ്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ചേഞ്ചിനെതിരെ അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ആണെങ്കിൽ മാത്രമേ അവിടെ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ആഫ്റ്റർ സോഷ്യൽ ചേഞ്ച് ഓർ ഇക്കണോമിക് ചേഞ്ച് gainers should be able to compensate
compensate losers. Gainers losersന് compensation കൊടുക്കണം. But the loser should not be able to bribe change the decision. അതായത് അവിടെ നമ്മൾ പറയുവാണ് എക്കണോമിക് ചേഞ്ച് കാരണം ചില ആൾക്കാർ ലൂസറായിട്ട് മാറി, ചില ആൾക്കാർ ഗെയിന് കിട്ടി അവർ ഗെയിനറായിട്ട് മാറി. യൂട്ടിലിറ്റി കൂടിയ ആൾക്കാരെ ഗെയിനർ എന്നും യൂട്ടിലിറ്റി കുറഞ്ഞ ആൾക്കാരെ ലൂസർ എന്നും വിളിക്കുന്നു. അപ്പോൾ ലൂസറിന് ആർക്കാണോ നഷ്ടം പറ്റിയത് അവർക്ക് എന്ത് ചെയ്യുവാണ്, നമ്മൾ കോമ്പൻസേഷൻ ഇൻ ടേംസ് ഓഫ് മണി നമ്മൾ കൊടുക്കുവാണ്. അതിനോടൊപ്പം തന്നെ ലൂസേഴ്സിന് ആർക്കാണോ യൂട്ടിലിറ്റി കുറഞ്ഞത് അവർക്ക് ബ്രൈബ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബ്രൈബ് ദി ഗെയിനറിനെ അവർക്ക് എന്താണ് സ്വാധീനിക്കാൻ കഴിയില്ല. ഓക്കെ, ഈ ഇക്കണോമിക് ചേഞ്ച് നടത്തരുത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസിഷൻസിൽ ഒന്നും ആർക്ക് പവറില്ല, ഈ ലൂസറിന് ഒരു പവറും ഇല്ല. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഡബിൾ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയുവാണ് ഡബിൾ ക്രൈറ്റീരിയൻ പ്രകാരം ഇദ്ദേഹം പറയുന്നത് നോൺ ഇന്റർസെക്റ്റിംഗ് ടു യൂട്ടിലിറ്റി കർവ് ആണ്. അതായത് ഇവിടെ രണ്ട് യൂട്ടിലിറ്റി കർവ് ഇതേപോലെ വരക്കണം. അപ്പോൾ ഞാനത് അതിൻ്റെ ഷേപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ വരച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് രണ്ട് യൂട്ടിലിറ്റി കർവ്, രണ്ട് യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് ആണ് കേട്ടോ. രണ്ട് യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് ഉണ്ട്. ഒന്നാമത്തത് സി ഡി ആണ്, നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് സി ഡി. നമുക്കറിയാം എയുടെ യൂട്ടിലിറ്റി നമ്മൾ എക്സ് ആക്സിസിലും ബിയുടെ യൂട്ടിലിറ്റി വൈ ആക്സിസിലും കൊടുക്കുവാണ്. സോ ഇനീഷ്യൽ യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് സി ഡി ആണ്. ഇനീഷ്യൽ യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് സി ഡി ആണ്. ആൻഡ് ആഫ്റ്റർ ആൻ ഇക്കണോമിക് ചേഞ്ച് ന്യൂ യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ്, പുതിയൊരു യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് വരുവാണ് ഇ എഫ്. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ ഡൈവേർട്ട് ആയിട്ടുണ്ട്. സെയിം നിങ്ങൾ ഒരേപോലെ തന്നെ വരക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇ എഫ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുവാണ്, യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവിലേക്ക് വരുവാണ്. ആദ്യം നമ്മൾ സി ഡി ആയിരുന്നു, അപ്പം നമ്മുടെ പൊസിഷൻ ജി ആയിരുന്നു. ഇപ്പം നമ്മൾ ഇ എഫിലേക്ക് ചേഞ്ച് ചെയ്തു, ഔട്ട്വേർഡ് ഡയറക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു മൂവ്മെന്റിലേക്ക് പോവുകയാണ്. നമ്മൾ ഇ എഫ് എന്ന് പറയുന്ന യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് പുതിയൊരു യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് നമ്മുടെ പുതിയ പൊസിഷൻ എന്ന് പറയുന്നത് എച്ച് ആണ്. ഓക്കെ, സോ ഇനീഷ്യലി വി വെർ ഇൻ എ പൊസിഷൻ ജി. നമ്മൾ സൊസൈറ്റി ജി എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു. ആൻഡ് എക്കണോമിക് ചേഞ്ച് കാരണം എച്ചിലേക്ക് എത്തി. ഓക്കെ, ജിയിൽ നിന്ന് എച്ചിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ നമ്മൾ കോമ്പൻസേഷൻ ക്രൈറ്റീരിയ പ്രകാരം പറയുന്നത് എന്താണ്, നമ്മൾ അവിടെ ലൂസേഴ്സിന് ഗെയിനേഴ്സ് കോമ്പൻസേഷൻ കൊടുക്കുന്നു. അപ്പോൾ അത് കാരണം നമ്മളൊരു പോയിന്റിലേക്ക് എത്തുവാണ്, കെയിലേക്ക് എത്തുവാണ്. ഓക്കെ, ജിയിൽ നിന്ന് എച്ചിലേക്കും പിന്നീട് കെയിലേക്ക് എത്തുവാണ്. അപ്പോൾ നമ്മളവിടെ കോമ്പൻസേഷൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ജിയിൽ നിന്ന് കെയിലേക്ക് ഇപ്പം എത്തി. ആദ്യം ജിയിലായിരുന്നു, ഇപ്പം നമ്മൾ കെയിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഹയർ യൂട്ടിലിറ്റി ഫോർ ബോത്ത് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും യൂട്ടിലിറ്റി കൂടി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സെയിം നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ആദ്യം ജി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ യൂട്ടിലിറ്റി നോക്കുക, രണ്ടുപേർക്കും സെയിം യൂട്ടിലിറ്റി ആണെന്ന് വിചാരിക്കുക, ലൈക്ക് A0 ആൻഡ് B0. അതിന് നമ്മുടെ യൂട്ടിലിറ്റി നമ്മൾ പറയുവാണ്, യൂട്ടിലിറ്റി കെയിൽ എത്തിയപ്പോഴേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ കെ എന്ന് പറയുന്ന പോയിന്റിൽ B0യിൽ നിന്ന് B1 ആയിട്ട് ബിയുടെ യൂട്ടിലിറ്റി കൂടി. ആൻഡ് സെയിം നമുക്ക് എയുടെ യൂട്ടിലിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എക്സ് ആക്സിസിലേക്ക് ലൈൻ വരയ്ക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എയുടെ യൂട്ടിലിറ്റി A0 ആയിരുന്നു, ജി എന്ന് പറയുന്ന പോയിന്റിൽ A0 ആയിരുന്നു. കെ എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയപ്പോഴേക്ക് A1ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജി എന്ന് പറയുന്ന പോയിന്റിൽ utility of A and B was very low, and at the point K both individual get higher level of utility. രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെയും യൂട്ടിലിറ്റി ലെവൽ അവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെയും വെൽഫെയർ കൂടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ജിയിൽ നിന്ന് എച്ചിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ജിയിൽ നിന്ന് എച്ചിലേക്ക് മൂവ് ചെയ്തത് നമ്മൾ എപ്പോഴാണ് നമ്മൾ
എന്താണ് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണെന്ന് പറയാൻ പറ്റുക. നമ്മൾ കെയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുവാണ്, അല്ലെങ്കിൽ നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കുന്നു. സ്റ്റിൽ എ ക്യാൻ ഇംപ്രൂവ് എ ഹയർ യൂട്ടിലിറ്റി. എ എന്ന് പറയുന്നത് ഹയർ യൂട്ടിലിറ്റി തന്നെയാണ്, ആൻഡ് ബിയുടെ യൂട്ടിലിറ്റി അവിടെ കൂടിയിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇംപ്രൂവ്മെൻ്റ് ഇൻ സോഷ്യൽ വെൽഫെയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ രണ്ടാമത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ജിയിൽ നിന്ന് എച്ചിലേക്കാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോറി, എച്ചിൽ നിന്ന് ജിയിലേക്കാണ്. ഓക്കെ, ആദ്യം നമ്മൾ ജിയിൽ നിന്ന് എച്ചിലേക്ക് നോക്കി, അപ്പോൾ അവിടെ കോമ്പൻസേഷൻ കൊടുത്തു, കെ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. അപ്പോൾ രണ്ടുപേരുടെ യൂട്ടിലിറ്റി കൂടി, സോഷ്യൽ വെൽഫെയർ കൂടി. അപ്പോൾ നമ്മൾ റിവേഴ്സ് നോക്കുവാണ്, എച്ചിൽ നിന്ന് ജിയിലേക്ക് റിവേഴ്സ് നോക്കുവാണ്, എച്ചിൽ നിന്ന് ജിയിലേക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ആദ്യം ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എച്ച് ആണ്. ഓക്കെ, ന്യൂ പൊസിഷൻ എന്ന് പറയുന്നത് ജി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ന്യൂ പൊസിഷൻ നമ്മൾ ആദ്യം എച്ച് അവിടുന്ന് ജിയിലേക്ക് എത്തി എന്ന് വിചാരിക്കുവാണ്. അപ്പോൾ റിവേഴ്സ് മൂവ്മെൻറ്റിൽ ഇവിടെ ഈ ഒരു കേർവിൽ വേറൊരു ബെറ്റർ പോയിന്റ് കാണാൻ പറ്റുന്നില്ല, അല്ലേ? ജി മാത്രമേ ഉള്ളൂ, വേറെ ബെറ്റർ പോയിന്റ് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താണ്, വി കനോട്ട് സപ്പോർട്ട് ദിസ് ചേഞ്ച്. അപ്പോൾ ഈ ഒരു ചേഞ്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് എച്ചിൽ നിന്ന് ജിയിലേക്ക് നമ്മൾ മൂവ് ചെയ്തപ്പോൾ ജിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പോയിന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. സോ ദർ ഈസ് എ നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് റിവേഴ്സൽ ടെസ്റ്റ്. നമുക്ക് റിവേഴ്സൽ ടെസ്റ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് we can fulfill the Kaldor-Hicks compensation or Kaldor-Hicks ടെസ്റ്റ്. അപ്പോൾ കാൽഡോർ-ഹിക്സ് ടെസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ലൈക്ക് നമ്മൾ എടുത്തത് ഇങ്ങനെയാണ്, ജിയിൽ നിന്ന് നമ്മൾ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് നമ്മൾ എച്ചിലേക്ക് പോകുന്നു. അപ്പോൾ ആ യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവിൽ തന്നെ നമുക്ക് വേറൊരു പൊസിഷൻ കിട്ടുന്നു, കെ എന്ന് പറയുന്നത്. എച്ചിൻ്റെ അതേ കേർവിൽ തന്നെ നമുക്ക് പുതിയൊരു എന്താണ് പോയിന്റ് കിട്ടുവാണ്, കെ. എച്ചിൻ്റെ അതേ പോയിന്റ്, അതേ കേർവിൽ തന്നെ നമുക്ക് കെ എന്ന് പറയുന്ന പോയിന്റ് കിട്ടുവാണ്. പക്ഷേ നമ്മൾ നേരെ തിരിച്ച് നോക്കിയപ്പോൾ എച്ചിൽ നിന്ന് ജിയിലേക്ക് നമ്മൾ റിവേഴ്സ് മൂവ്മെന്റ് നോക്കിയപ്പോൾ നമുക്ക് ഈ ഒരു സെയിം കേർവിൽ വേറൊരു പോയിന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. സോ ദർ ഈസ് എ നോൺ ഫുൾഫിൽമെന്റ് ഓഫ് റിവേഴ്സൽ ടെസ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ അക്കോർഡിംഗ് ടു കാൽഡോർ-ഹിക്സ് സ്കിറ്റോവിസ്കി ക്രൈറ്റീരിയൻ, നമ്മളിവിടെ പറഞ്ഞ ഈ ഡബിൾ ക്രൈറ്റീരിയൻ പ്രകാരം അല്ലെങ്കിൽ സ്കിറ്റോവിസ്കി ക്രൈറ്റീരിയൻ പ്രകാരം പറയുന്നത് ഇങ്ങനെയാണ്, രണ്ട് യൂട്ടിലിറ്റി കേർവ് അല്ലെങ്കിൽ രണ്ട് യൂട്ടിലിറ്റി പോസിബിലിറ്റി കേർവ് ആണ് കേട്ടോ. യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഓക്കെ, രണ്ട് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ, അവിടെ രണ്ട് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറും നെവർ ഇൻ്റർസെക്റ്റ്. അവിടെ രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല, രണ്ടും കൂടി ടച്ച് ചെയ്യുന്നില്ല. ആൻഡ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ an economic change involve movement from position on the lower utility possibility curve to a position on higher utility possibility curve, improve social welfare. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് ക്രൈറ്റീരിയ പ്രകാരം പറയുന്നത് രണ്ട് യൂട്ടിലിറ്റി പോസിബിലിറ്റി കേർവ് ഉണ്ട്, സി ഡിയും ഇ എഫും. ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല, നോൺ ഇൻ്റർസെക്റ്റിംഗ് ആണ്. അപ്പോൾ ലോവർ യൂട്ടിലിറ്റി കേർവിൽ നിന്ന് നമ്മൾ ഹയർ യൂട്ടിലിറ്റി കേർവിലേക്ക്, ഓക്കെ, ലോവർ യൂട്ടിലിറ്റി കേർവിൽ നിന്ന് ഹയർ യൂട്ടിലിറ്റി കേർവിലേക്ക് പോകുമ്പോൾ, അതായത് ജിയിൽ നിന്ന് എച്ചിലേക്ക് നമ്മൾ പോകുമ്പോൾ ദർ ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ഇൻ സോഷ്യൽ വെൽഫെയർ. ഈ കെ എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് യൂട്ടിലിറ്റി ഓഫ് രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെയും യൂട്ടിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ പറയുവാണ് രണ്ട് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഉണ്ട്. രണ്ട് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയേഴ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ലോവർ യൂട്ടിലിറ്റി ഫ്രോണ്ടിയറിൽ നിന്ന് നമ്മൾ ഹയർ യൂട്ടിലിറ്റി ഫ്രോണ്ടിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി സ്കിറ്റോവിസ്കി പാരഡോക്സ്. ഓക്കെ, താങ്ക് യു.